Hi dears, welcome back to your YouTube channel. This is teacher Hritya. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സോങ്ങിൻ്റെ അപ്രീസിയേഷൻ എത്രയും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. കുറേ പേര് ടീച്ചറുടെ വീഡിയോസ് കാണുന്നുണ്ട്, ബട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ടീച്ചറെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, the song Get Together by the Young Blood is a beautiful message of peace, love and unity. ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സോങ് എന്തിനെയൊക്കെ കാണിക്കുന്നു മക്കളെ? എന്ത് മെസ്സേജാണ് കാണിക്കുന്നത്? സമാധാനത്തെയും സ്നേഹത്തെയും ഒരുമയുമാണ് കാണിക്കുന്നത്, അല്ലേ? ഇറ്റ് ആസ്ക്സ് പീപ്പിൾ ടു ഫോർഗെറ്റ് ഹേറ്റ്രഡ് ആൻഡ് കം ടുഗദർ ആസ് വൺ ഹ്യൂമൻ ഫാമിലി. അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്ത്? വെറുപ്പെല്ലാം മാറ്റിവെച്ച്, വെറുപ്പെല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഹ്യൂമൻ ഫാമിലി എന്ന രീതിയിൽ മുമ്പോട്ട് പോവുക എന്നുള്ളത്. ദ സിംഗർ ഇൻവൈറ്റ്സ് എവ്രി വൺ ടു ലീവ് വിത്ത് കൈൻഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് ഫിയർ. എല്ലാവരെയും സിംഗർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പറയാണ് നമ്മളെല്ലാവരും നല്ല കൈൻഡ്നെസ്സോടുകൂടി, നല്ല കരുണയോടുകൂടി ജീവിക്കുക, അല്ലാതെ പേടിയില്ലാതെ ജീവിക്കുക എന്നുള്ളത്. ദ മെയിൻ ഐഡിയ ഓഫ് ദ സോങ് ഈസ് ദാറ്റ് ലവ് ക്യാൻ ബ്രിങ് പീസ് ബട്ട് ഫിയർ ആൻഡ് ഹെയ്റ്റ് ഡിവൈഡ് പീപ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സമാധാനം തരുന്നതും അതുപോലെ തന്നെ ഫിയർ ആൻഡ് ഹെയ്റ്റും, പേടിയും അതുപോലെ തന്നെ വെറുപ്പും നമ്മളെ പല ആൾക്കാരെ പല വഴിക്ക് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ ഒരേപോലെ കൊണ്ടുപോകുമോ? ഇല്ല. അങ്ങനെയാണ് ആ ഒരു ഐഡിയ നമുക്ക് തരുന്നത് ഈ സോങ്. ദ ലൈൻ "Come on people now, smile on your brother, everybody get together, try to love one another right now" എന്ന് പറയുന്ന ആ ഒരു വരി നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? Tell us that love should start immediately, not later. സ്നേഹം എന്ന് പറയുന്നത് നാളത്തേക്ക് മാറ്റി വെക്കാതെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തുടങ്ങണം, മാറ്റി വെക്കാൻ പാടില്ല. The tone of the song is hopeful, gentle and encouraging. ഈ സോങ്ങിൻ്റെ ടോൺ എന്ന് പറയുന്നത് ശരിക്കും പ്രതീക്ഷ തരുന്നതും ജെൻറ്റിൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഹാർമണി. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഐക്യത്തോടെയാണ് നിൽക്കുക എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരുന്നു. ആൻഡ് റിമൈൻഡ്സ് us ദാറ്റ് ദ വേൾഡ് ക്യാൻ ബി ബെറ്റർ ഇഫ് എവ്രി വൺ ലേൺസ് ടു കെയർ ഫോർ അതേഴ്സ്. എന്നിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത്? നമ്മളെല്ലാവർക്കും നന്നായി പരസ്പരം കെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലോകത്തെ നമുക്കൊരു ബെറ്റർ പ്ലേസ് ആക്കാൻ പറ്റുമെന്ന്. ദ പോയിറ്റ് യൂസസ് സിമ്പിൾ ആൻഡ് ഇമോഷണൽ വേർഡ് ദാറ്റ് ടച്ചസ് ദ ഹാർട്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന വരികൾ എല്ലാം എന്താണ്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നന്നായി ടച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. ദ സോങ്സ് റിതം ഈസ് സോഫ്റ്റ് ആൻഡ് പ്ലസൻറ്റ്. സോങ്ങിൻ്റെ റിതം എന്ന് പറയുന്നത്, താളം എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര സോഫ്റ്റും ഭയങ്കര പ്ലസൻറ്റുമാണ്, ഭയങ്കര സന്തോഷം തരുന്നതുമാണ്. മേക്കിംഗ് ഇറ്റ്സ് മെസ്സേജ് ഈസി ടു റിമെമ്പർ. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താണ്, അതെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതുമാണ്. Get together teaches us an important lesson. Peace begins when we replace hatred with love and unity. അതൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആയിട്ടാണ് നമുക്ക് തരുന്നത്. എന്താണ് ആ ലെസൺ? മറന്നു പോകരുത്, ഇത് ഓർത്ത് വെച്ചോണേ. പീസ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി നിർത്തി നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് തുടങ്ങുന്നത്? സമാധാനം എന്ന് പറയുന്ന കാര്യം നമ്മളുള്ളിലേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ ഇത്രയുള്ള അപ്രീസിയേഷൻ ഇത് വളരെ ചെറുതായിട്ട് ടീച്ചർ എഴുതിയിരിക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. വളരെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.